يا أيها الذين آمنوا اركعوا واسجدوا واعبدوا ربكم وافعلوا الخير لعلكم تفلحون. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ അളവറ്റ അനുഗ്രഹത്താൽ നമ്മെ ഒരിക്കൽ കൂടി അനുഗ്രഹീത റമദാൻ മാസത്തിന്റെ പൂമുറ്റമായ ശഅബാനിൽ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. അനുഗ്രഹീത റജബിന്റെയും റമദാനുൽ മുബാറക്കിന്റെയും ഇടയ്ക്കുള്ള മാസമാണ് ശഅബാൻ മാസം. ഈ മാസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത റമദാനുൽ മുബാറക്കിന്റെ മുന്നൊരുക്കങ്ങൾ നടത്താനുള്ള മാസമെന്നതാണ്. അതുകൊണ്ട് തന്നെ മഹാന്മാർ ഉപദേശിക്കുന്നു, തശഅബു ഫീ ശഅബാന ശുഅബൽ ഖൈർ. ശഅബാൻ മാസത്തിൽ നന്മയുടെ വിവിധ വഴികളുമായി നിങ്ങൾ ബന്ധപ്പെട്ട് റമദാനാകുമ്പോൾ അത് അതിവേഗതയിൽ നിർവഹിക്കുന്ന അവസ്ഥ ഉണ്ടാക്കിയെടുക്കും. വാഹനങ്ങളെല്ലാം പുറപ്പെടുന്നത് ചെറിയ വേഗത്തിലാണ്. അതിനുശേഷം അത് വലിയ വേഗതയിൽ പായുന്നു, പറക്കുന്നു. ഇതുപോലെ നമ്മൾ വർഷം മുഴുവനും നന്മകളുമായി ബന്ധപ്പെട്ട് കഴിയണം. പക്ഷേ ആ നന്മയുടെ ഗ്രാഫിൽ കയറ്റമുണ്ടാകുന്നതിന് റമദാൻ മാസത്തിൽ വിവിധ നന്മകളുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുകയും ചിട്ടയുള്ളതാക്കുകയും വേണം. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഈമാൻ ശരിയാക്കുക എന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന വിശ്വാസം നമ്മൾ അരക്കിട്ടുറപ്പിക്കണം. അത് രണ്ട് രീതിയിലാണ്. ഒന്ന്, അള്ളാഹുവിനെ കുറിച്ചും ദൂതനെക്കുറിച്ചും അധികമായി പറയുകയും കേൾക്കുകയും എഴുതുകയും വായിക്കുകയും വേണം. രണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റും പുണ്യമായ സ്വലാത്തും അധികരിപ്പിക്കണം. ജദ്ദിദു ഈമാനക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനം അധികമായി ചൊല്ലിക്കൊണ്ട് നിങ്ങളുടെ ഈമാനിന് വർധനവുണ്ടാക്കി. ചുണ്ടുപോലും മനക്കൽ ആവശ്യമില്ലാത്ത വചനമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത്. ഇരുന്നും കിടന്നും നടന്നും എല്ലാ സമയങ്ങളിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ വർദ്ധിപ്പിക്കും. അതുപോലെ പുണ്യമായ സ്വലാത്തും അധികരിപ്പിക്കും. പുതിയ പുതിയ ദിക്റുകളിലേക്കും സ്വലാത്തുകളിലേക്കും നമുക്കും ആഗ്രഹമാണ്. അതുപോലെ സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട ഉസ്താദുമാരിങ്ങനെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇസ്ലാമിനെ പറ്റി മനസ്സിലാക്കണം. ഇസ്ലാമിൽ എല്ലാം ലളിതവും പ്രധാനമുള്ളതുമാണ്. മുഴുവൻ ദിക്റുകളെക്കാളും പ്രധാനപ്പെട്ടതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അഫ്ളലു ദിക്രി ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിക്ർ പുണ്യമായ സ്വലാത്താണ്. പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ രണ്ട് ദിക്റുകൾ വർദ്ധിപ്പിക്കുക. ഒരു ഭാഗത്ത്
പടച്ചവനുമായും പ്രവാചകനുമായും നമ്മളുടെ ബന്ധം ഒതുങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. മറുഭാഗത്ത് പലതരം പ്രശ്നങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും മാറുന്നതാണ്. അതുപോലെ നമ്മൾ മറ്റ് വിശ്വാസ കാര്യങ്ങളും ബലപ്പെടുത്താൻ പരിശ്രമിക്കുക. അള്ളാഹുവിന്റെ കിതാബിനുള്ള വിശ്വാസം, പരിശുദ്ധ ഖുർആനുമായിട്ടുള്ള ബന്ധം. റമദാൻ മാസം ഖുർആൻ മാസമാണ്. പക്ഷെ അതിന് നമ്മൾ ഷഅബാനിലെ ഒരുങ്ങി തുടങ്ങണം. നമ്മൾ പരിശുദ്ധ ഖുർആൻ അധികമായി പാരായണം ചെയ്യണം. ഖുർആനിന്റെ ആശയങ്ങൾ മനസ്സിലാക്കണം. ഖുർആനിന്റെ ജീവിതം ഉണ്ടാക്കിയെടുക്കാൻ പരിശ്രമിക്കണം. അതിനെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം. അതുപോലെ പടച്ചവന്റെ മലക്കുകളുമായി നമ്മൾ ബന്ധമുണ്ടാക്കിയെടുക്കണം. മലക്കുകളെ നമ്മൾ കൂട്ടാളികളാക്കണം. മലക്കുകളുടെ കേന്ദ്രമായ നമസ്കാര സ്ഥലങ്ങളുമായി നമ്മൾ അധികമായി ബന്ധപ്പെടണം. പൈശാചിക ദുർഗുണങ്ങൾ വർജിക്കാൻ പരിശ്രമിക്കണം. അപ്രകാരം മരണാനന്തര ജീവിതത്തെക്കുറിച്ച് നമ്മൾ അധികമായി ഓർക്കണം. അള്ളാഹു എനിക്കും നമുക്കെല്ലാവർക്കും ദീർഘായുസ്സും സൗഖ്യവും നൽകുമാറാകട്ടെ. കഴിഞ്ഞ റജബിലും ഷഅബാനിലും റമദാനിലും ജീവിച്ചിരുന്ന എത്രയോ ആളുകളാണ് അള്ളാഹുവിലേക്ക് യാത്രയായത്. അതും ഈ കാലഘട്ടത്തിലെ വലിയ പ്രത്യേകത ചെറുപ്പക്കാർ ഒരൊറ്റയടിക്ക് അള്ളാഹുവിലേക്ക് യാത്രയായിക്കൊണ്ടിരിക്കുന്നു എന്ന വളരെ ദുഃഖകരമായ കാഴ്ചയാണ്. നമുക്ക് വിശ്വാസം പോലും വരാത്ത ആളുകൾ. അള്ളാഹു ഷറഫുദ്ദീൻ മൗലവിക്ക് പരിപൂർണ മഗ്ഫിറത്ത് മർഹമത്ത് നൽകുമാറാകട്ടെ. ചിന്നക്കട മസ്ജിദിലെ ഇമാമാണ്. ചിരിക്കാത്ത നിലയിൽ കണ്ടിട്ടില്ല. ഉന്മേഷത്തോടുകൂടിയല്ലാതെ ബന്ധപ്പെട്ടിട്ടില്ല. എല്ലാ സമയത്തും അങ്ങേയറ്റം ഊർജ്ജസ്വലനായി പുഞ്ചിരിച്ചുകൊണ്ട് നമസ്കരിക്കാൻ കൃത്യനിഷ്ഠയോടുകൂടി വരുമായിരുന്നു. കല്യാണത്തിന് പുറപ്പെടാൻ വേണ്ടി രാവിലെ അദ്ദേഹം കുളിച്ച് തയ്യാറായി ചെറിയ ക്ഷീണം തോന്നി കിടന്നതാണ്. അള്ളാഹുവിലേക്ക് യാത്രയായി. അതുകൊണ്ട് ആരും കാലഘട്ടത്തെ നമ്പിയോ നാളെയാകട്ടെ എന്ന് വിചാരിച്ചോ കഴിയരുത്. മരണാനന്തരമുള്ള ജീവനത്തെപ്പറ്റി ചിന്തിക്കണം. എല്ലാ ഖബർസ്ഥാനുകളും ഓരോ പ്രാവശ്യം പോകുന്തോറും പുതിയ പുതിയ ഖബറുകൾ ധാരാളമുണ്ട്. പണ്ട് വല്ലപ്പോഴുമാണ് ഖബറുകൾ കാണപ്പെട്ടത്. അടുത്തു തന്നെ ഈ കാഞ്ഞിപ്പുഴ ഖബർസ്ഥാനിൽ പോയപ്പോൾ പുതിയ ധാരാളം ഖബറുകൾ. അതുകൊണ്ട് നമ്മൾ മരണാനന്തര ജീവനത്തെപ്പറ്റി ഉണരുകയും അതിനുവേണ്ടി നമ്മൾ തയ്യാറെടുപ്പ് നടത്തുകയും ഈ ഷഅബാൻ മാസത്തിൽ അതിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തുകയും വേണം. ഖബറുകൾ സിയാറത്ത് ചെയ്യണം. അള്ളാഹുവിനോട് നമുക്ക് വേണ്ടി, ഖബറാളികൾക്ക് വേണ്ടി ദുആ ചെയ്യണം. ജീവനത്തിന്റെ പ്രാധാന്യം, ഗൗരവം മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ തീരുമാനം വന്നാൽ ഒരു യുക്തിയും ബുദ്ധിയും ഒരു മന്ത്രവും തന്ത്രവും ഒന്നും വിലപോകുകയില്ല എന്ന യാഥാർത്ഥ്യം ഉണർന്നുകൊണ്ട് നമ്മൾ ജീവിതത്തെ നന്നാക്കണം. ഇത് ഷഅബാൻ മാസത്തിൽ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യമാണ്. ഈമാനിക കാര്യത്തിൽ ഉന്മേഷമുണ്ടാക്കി, ഉണർവുണ്ടാക്കി. രണ്ടാമതായി ഈ മാസത്തിൽ നാം ഉണ്ടാക്കിയെടുക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ഇസ്ലാമിക കാര്യങ്ങളിൽ നിഷ്ഠയുള്ളവരാകണം. അതിലും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമസ്കാരം. നമസ്കാരത്തിൽ വലിയ ശ്രദ്ധ കാണിക്കണം. റമദാൻ മാസത്തിൽ പൊതുവിൽ ആളുകൾ നമസ്കാരത്തിലേക്ക് തിരിയാറുണ്ട്. പക്ഷേ അത് റമദാൻ സ്പെഷ്യലാകാതിരിക്കണമെങ്കിൽ ഷഅബാൻ മാസത്തിലെ നമസ്കാരത്തിൽ ശ്രദ്ധ വേണം. നമസ്കാരത്തിൽ രണ്ട് നിലയിലാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, നമ്മൾ നമസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. കഴിഞ്ഞ ആഴ്ച ആ വിഷയം പറഞ്ഞു. മസ്ജിദുകളിൽ കുറെ വൃദ്ധന്മാരും
അതുപോലെ ഗതിമുട്ടിയിരിക്കുന്നതായ പാവത്തുങ്ങളായ മുത്തഅല്ലിമീങ്ങളും എല്ലാവരും ചെറുപ്പക്കാരെവിടെ പോയി? കാണാനയിലെ മസ്ജിദുകളിൽ അതിവിശാലമായൊരു മസ്ജിദിൽ ഇന്നലെ നമസ്കരിച്ചു. മേപ്പോട്ട് നോക്കിയിട്ട് മലക്കുകൾ വല്ലതും ഉണ്ടോ എന്ന് നോക്കേണ്ടി വന്നു. ആരുമില്ല നമസ്കരിക്കാൻ, ശൂന്യമായിരിക്കുന്നു. അതുകൊണ്ട് ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരണം. നമ്മുടെ സമുദായത്തിലെ മുഴുവൻ ആളുകളെയും നമസ്കാരത്തിന് പ്രേരിപ്പിക്കണം. ഓരോ നമസ്കാരക്കാരും എന്റെ വീട്ടിലുള്ള മുഴുവൻ ആളുകളും നമസ്കാരക്കാരാകണമെന്നൊരു വാശിയും നിർബന്ധവും കാണിക്കണം. റബ്ബി ജഅൽനി മുഖീമ സ്വലാത്തി വമിൻ ദുർരിയത്തി. ഖിയാമത്ത് നാൾ വരെയും എന്റെ വീട്ടിൽ നമസ്കാരക്കാരുണ്ടാകണം, എന്റെ നാട്ടിൽ നമസ്കാരക്കാരുണ്ടാകണം. വലിയ ചിന്തയും ശ്രദ്ധയും ഗൗരവവും വേണം. രണ്ടാമത്തെ കാര്യം, നമസ്കരിക്കുന്ന നമ്മളുടെ അവസ്ഥ എന്താണ്? നമസ്കാരത്തിൽ നമുക്ക് ശ്രദ്ധ വേണം. നമസ്കാരത്തിന്റെ ശ്രദ്ധ 3 ഭാഗമാണ്. ഒന്ന്, നമസ്കാരത്തിന്റെ പ്രവർത്തനങ്ങൾ, മലമൂത്ര ശുദ്ധീകരണം മുതൽ സലാം വീട്ടുന്നത് വരെയുള്ള പ്രവർത്തനം. പൊതുവിന്റെ വിഷയത്തിൽ ശ്രദ്ധിക്കണം, കുളിയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. എന്ന് പറഞ്ഞാൽ വസ്വാസാകാൻ വേണ്ടിയല്ല, പറഞ്ഞതുകൊണ്ട് 3 മണിക്കൂർ കുളിക്കാനും 2.5 മണിക്കൂർ നേരം ഒതു ചെയ്യാനും വേണ്ടി എടുക്കലല്ല. ഓരോ ടാങ്ക് വെള്ളം, ഒരു സഹോദരൻ ടാങ്ക് ഓടാക്കിക്കൊണ്ട് ഒതു കൊടുക്കാൻ പോകുന്നു. എന്തിനാ ഒതു കൊടുക്കാൻ പോകുന്നു? ഇടയ്ക്ക് വെള്ളം തീരുന്നതിന് ബേജാറ്. ഈ രീതിയിൽ വസ്വാസിൽ പോകാൻ വേണ്ടിയല്ല, സൂക്ഷ്മത കാണിക്കണം. മുഹമ്മദി ശുദ്ധീകരണത്തിലേക്ക് വരണം. അതിലളിതം, അതിസമ്പൂർണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുദ്ധിയെപ്പറ്റി സഹാബത്ത് പറയുന്നത് ഇപ്രകാരമാണ്: അതിലളിതം. ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടാണ് പ്രവാചകൻ വുദുവെടുത്തിരുന്നത്. നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പ്രിയപ്പെട്ട പത്നിയായ ആയിഷ റളിയല്ലാഹു അൻഹയും ഫർളായ കുളി നിർവഹിച്ചിരുന്നത്. ഔജസ ഫഅസ്ബഗ്. അതിലളിതം എന്നാൽ സർവസമ്പൂർണം. ഇന്ന ഉമ്മത്തി യുദഊന യൗമൽ ഖിയാമത്തി ഗുർറൻ മുഹജ്ജലീൻ ഫഅസ്ബിഗുൽ വുദു. സമുദായമേ, നിങ്ങളെ നാളെ ആഖിറത്തിൽ കൈകാലുകളും മുഖങ്ങളും പ്രകാശിച്ചവരായി വിളിക്കപ്പെടും. അവരൊക്കെ വരട്ടെ എന്ന് പറയും. അതുകൊണ്ട് നിങ്ങൾ വുദു സമ്പൂർണമായി നിർവഹിക്കും. അതുപോലെ നമസ്കാരത്തിന് കോലം, നൃത്തം, ഇരുത്തം, റുകൂഅ്, സുജൂദ്, അത്തഹിയ്യാത്ത്, ഇങ്ങനെയുള്ള ഇരുത്തങ്ങൾ, ഈ നമസ്കാരത്തിന്റെ കർമ്മങ്ങൾ ശരിയാക്കണം. ഖിബിലയിലേക്ക് ശരിയായി തിരിഞ്ഞു നിൽക്കണം, കാലുകൾ ശരിയായി വെക്കണം, കൈകൾ ശരിയാക്കി വെക്കണം. ഒരു മനുഷ്യൻ ഇസ്ലാമിൽ കടന്നു വന്നാൽ അവരുടെ നമസ്കാരം കോലം ശരിയാക്കാനാണ് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, നമസ്കാരത്തിന്റെ പാരായണം നന്നാക്കി, നമസ്കാരത്തിന്റെ പാരായണം ശരിയാക്കി. സൂറത്തുൽ ഫാത്തിഹ, വജ്ജഹത്ത് മുതൽ അത്തഹിയ്യാത്ത് വരെയും പാരായണം ചെയ്യും. ഒരു ഉസ്താദ് മുഴുവൻ പ്രഭാഷണങ്ങൾക്കും മുമ്പിൽ അദ്ദേഹം അത്തഹിയ്യാത്ത് പരിപൂർണമായി കേൾക്കുന്നത് കണ്ടു. എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങളെപ്പോലെയുള്ളവർ പഠിക്കാൻ. ഒരുത്തരും അത്തഹിയ്യാത്ത് അറിയില്ല. ഹജ്ജിന് വരുന്നവർ അത്തഹിയ്യാത്ത് അവർക്കറിയില്ല. നമസ്കാരത്തിന്റെ സത്തയാണ് അത്തഹിയ്യാത്ത്. മൂന്നാമത്തെ കാര്യം, നമസ്കാരം ഏകാഗ്രതയോടെ ഹൃദയംഗമായി നമസ്കരിക്കും. അള്ളാഹുലേക്കുള്ള മുനാജാത്താണെന്ന് മനസ്സിലാക്കി നമസ്കരിക്കും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇതുപോലെ ഈ ശഅബാൻ മാസത്തിൽ ഒരുങ്ങേണ്ടതാണ്. അധികമായി നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. റമദാൻ മാസം ദുആയുടെ മാസമാണ്. ഇവിടുന്ന് പരിശീലിക്കണം. ഒരു 10 മിനിറ്റ് പടച്ചവന്റെ കൂട്ടത്തിൽ ഒറ്റയ്ക്കിരുന്ന് ശീലിക്കണം. തഹജ്ജുദ് സമയത്ത്, സുബഹിക്ക് മുമ്പ്, നമസ്കാരങ്ങൾക്കിടയിൽ, മഗ്രിബിന് മുമ്പ് നമ്മൾ ദിക്റിലും ദുആയിലുമായി കഴിയുന്ന സ്വഭാവം ഉണ്ടാക്കിയെടുക്കണം. കുറച്ച് ദിക്റുകൾ പതിവാക്കണം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ അസ്തഗ്ഫിറുല്ലാഹൽ അസീം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. കുറച്ച് ദിക്റുകൾ പതിവാക്കണം. അതുപോലെ ദുആക്കളും പതിവാക്കണം. ഇതിന്റെ കുത്തൊഴുക്ക് സംഭവിച്ച് വലിയ അനുഗ്രഹത്തിന് വർഷമുണ്ടാകാനുള്ള സമയമാണ് റമദാൻ മാസം. അതിന് നമ്മൾ ശഅബാനിലെ ഒരുക്കങ്ങൾ നടത്തണം. അതുപോലെ ഖുർആൻ പാരായണവുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ ഖുർആൻ പാരായണം അധികമായി നടത്തിക്കൊണ്ടിരിക്കും.
റമദാൻ മാസം വരികയാണ്. തറാവീഹിൽ ഹാഫിദീങ്ങളുടെ പുറകിൽ നമസ്കരിക്കണം. എന്റെ അല്ലാഹ്, ഹാഫിദിന്റെ പുറകിൽ ഒരു ഖത്തം തീർക്കലോ എന്ന് പറഞ്ഞ് ശ്വാസം വിടുന്നതിന് പകരം ഞാൻ പരിചയപ്പെട്ട പരിശുദ്ധ ഖുർആന്റെ സൂക്തങ്ങൾ നമസ്കാരത്തിൽ കേൾക്കാനുള്ള സുവർണാവസരമെന്ന് മനസ്സിലാക്കി നമുക്ക് തറാവീഹിനെ എതിരേൽക്കണമെങ്കിൽ ഷഅബാൻ മാസത്തിലെ പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെടണം. ഒരിക്കൽ സൂറത്ത് യാസീൻ സുബഹി നമസ്കാരത്തിൽ ഓതി. ഒരു സഹോദരൻ വന്ന് പറഞ്ഞു, ഇന്ന് വരെയുമുള്ള മനസ്സിന്റെ ആഗ്രഹമാണ് സുബഹിക്ക് ഒന്ന് സൂറത്ത് യാസീൻ കേൾക്കണമെന്നത്. അൽഹംദുലില്ലാ, എന്നും പരിചയപ്പെട്ട നമസ്കാരത്തിൽ കേൾക്കാൻ സാധിച്ചല്ലോ. ഞാൻ ഉസ്താദിന്റെ കൂട്ടത്തിൽ തന്നെ ഓതുകയുണ്ടായി. ഇതേ അവസ്ഥ റമദാൻ മാസത്തിൽ വരണം. ഞാൻ പരിചയപ്പെട്ട സൂറത്തുൽ ബഖറ അൽഹംദുലില്ലാ കുഞ്ഞ് മുമ്പിൽ നിന്ന് ഓതുന്നല്ലോ. എനിക്ക് പരിചയമുള്ള സൂറത്തുൽ നിസാ ദാ മുമ്പിൽ ഓതിക്കൊണ്ടിരിക്കുന്നല്ലോ. എനിക്ക് പരിചയമുള്ള സൂറത്തുൽ അൻആമിൽ പടച്ചവനെ പറ്റിയുള്ള സങ്കീർത്തനങ്ങൾ ഉജ്ജ്വലമായി ഈ ഒരു കുട്ടി പാരായണം ചെയ്യുന്നല്ലോ. സൂറത്ത് തൗബയിൽ അള്ളാഹുവിന്റെ ഗൗരവമായ ശൈലിവിശേഷങ്ങൾ, സൂറത്ത് ഹൂദിലെ പ്രവാചകന്മാരെ പറ്റിയുള്ള അവരെ പറ്റിയുള്ള പരിചയപ്പെടുത്തലുകൾ, സൂറത്ത് യൂസുഫിലെ ആദി സൗന്ദര്യവും ദുഃഖസാന്ദ്രവുമായ വിവരണം. മഹാനായ ഉസ്താദ് ഷെയ്ഖുന ഈസാ ഉസ്താദ് റഹ്മത്തുള്ളാഹി അലൈഹി സൂറത്ത് യൂസുഫ് കേട്ടിട്ട് പറയുകയുണ്ടായി, നീ ഓതിയ സമയത്ത് ഞാൻ എഴുതിയ ഓരോ വാക്കുകളും എനിക്ക് ഓർമ്മ വരികയുണ്ടായി. അള്ളാഹുവിന്റെ ദാസൻ യൂസുഫ് അലൈഹി ഇസ്ലാമിനെ പറ്റി എഴുതിയിട്ടുണ്ട്. സൂറത്ത് ബനി ഇസ്രായേൽ കേൾക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, ബനി ഇസ്രായേലോ, ആദരവായ റസൂലിന്റെ മെഹറാജിനെ പറ്റിയുള്ള പരാമർശമോ, സൂറത്തുൽ കഹഫ് കേൾക്കുമ്പോൾ എല്ലാ വെള്ളിയാഴ്ചയും ഞാൻ ചുംബിച്ച സൂറത്തുൽ കഹഫ്, സൂറത്ത് മറിയം കേൾക്കുമ്പോൾ ഖുർആനിന്റെ സൗന്ദര്യം, ഇങ്ങനെ സൂറത്ത് യാസീനും മറ്റ് സൂറത്തുകളെ കേൾക്കുമ്പോൾ ഹാഫിദീങ്ങളുടെ പിന്നിൽ ആഗ്രഹാവേശങ്ങളോടെ നിൽക്കണമെങ്കിൽ സഹോദര സഹോദരി, നമ്മൾ ഇവിടെ വെച്ച് പരിശുദ്ധ ഖുർആനുമായി ശഅബാൻ മാസത്തിൽ ബന്ധമുണ്ടാക്കിയെടുക്കണം. അതുകൊണ്ട് ഇതാണ് ശഅബാൻ മാസത്തിന്റെ പ്രത്യേകതകൾ. നമ്മൾ ഒന്ന്, അള്ളാഹുവിലുള്ള റസൂലിലുള്ള വിശ്വാസം ശരിയാക്കി അരക്കിട്ടുറപ്പിക്കിൻ. അതിന് പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിൻ. അധികമായി ദീനിന്റെ കാര്യങ്ങൾ കേൾക്കിൻ. മലക്കുകളുമായി അതുപോലെ പരലോകവുമായിട്ട് ബന്ധമുണ്ടാക്കിയെടുക്കിൻ. ഇസ്ലാം കാര്യങ്ങളിൽ പ്രധാനമായും നമസ്കാരം, ദിക്ർ, ദുആ, ഖുർആൻ പാരായണം, ഇതുമായി നമ്മൾ ബന്ധപ്പെടും. അള്ളാഹു നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു എല്ലാ അപകടങ്ങളെ തൊട്ട് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയ എല്ലാവർക്കും, പ്രത്യേകിച്ചും ഷറഫുദ്ദീൻ മൗലവി അതുപോലെ വേറെയും ധാരാളം സഹോദരങ്ങൾ ഈ ആഴ്ചയിൽ മരണപ്പെട്ട റഹ്മാനായ റബ്ബ് അവർക്കെല്ലാം പരിപൂർണ്ണ മഗ്ഫിറത്ത് റഹ്മത്ത് നൽകുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന നാം ഓരോരുത്തർക്കും, നമ്മുടെ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, ഉപകാരികൾ എല്ലാവർക്കും അല്ലാഹു ദീർഘായുസ്സ്, സന്തോഷം, സമാധാനം, ഐശ്വര്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദഹു. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم. اللهم اغفر لنا وارحمنا وارض عنا وتقبل منا وأدخلنا الجنة ونجنا من النار واصلح لنا شأننا كله. റഹ്മാനായ റബ്ബേ, ഞങ്ങൾക്ക്, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഗുരുജനങ്ങൾ, ഉപകാരികൾ എല്ലാവർക്കും നീ പുറത്തു തരണേ അല്ലാഹുവേ. പ്രത്യേകിച്ച് മരണപ്പെട്ടു പോയ എല്ലാവർക്കും നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാഹുവേ. ജീവിച്ചിരിക്കുന്നവർക്ക് നിന്റെ പൊരുത്തത്തിലായ ദീർഘായുസ്സും സൗഖ്യവും സമാധാനവും നൽകണേ റഹ്മാനെ. യാ അല്ലാഹ്, അനുഗ്രഹീത ശഅബാൻ മാസത്തെ പ്രയോജനപ്പെടുത്താൻ തൗഫീഖ് ദാ അല്ലാഹുവേ. യാ അല്ലാഹ്, ഞങ്ങൾ നീ അല്ലാഹു ഈ മാസത്തിൽ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹുവേ. റമദാൻ മാസത്തിൽ ഞങ്ങൾ നീ കൊണ്ടെത്തിക്കണേ റഹ്മാനെ. യാ അല്ലാഹ്, ഈ മാസത്തിൽ നല്ലതിൽ ഒരുങ്ങാൻ തൗഫീഖ് ദാ അല്ലാഹുവേ. ഏറ്റവും വലിയ ഒരുക്കമായ മുഴുവൻ പാപങ്ങളിൽ നിന്നും തൗബ ചെയ്യാൻ തൗഫീഖ് തരണേ അല്ലാഹുവേ. യാ അല്ലാഹ്, ഈമാൻ ഉറപ്പിച്ചു തരണേ അല്ലാഹുവേ. റഹ്മാനെ, നമസ്കാരത്തിൽ ശ്രദ്ധ തരണേ അല്ലാഹുവേ. കെലിമയും നമസ്കാരവും ഞങ്ങൾ കുടുംബത്തിൽ നീ അല്ലാഹുവേ ഉറപ്പിക്കണേ റഹ്മാനെ. യാ അല്ലാഹ്, കുടുംബത്തിലുള്ള ഓരോരുത്തരുടെ ഈമാനും നീ ഭദ്രമാക്കണേ അല്ലാഹുവേ. നമസ്കാരത്തിൽ ശ്രദ്ധ തരണേ അല്ലാഹുവേ. സുന്നത്ത് നമസ്കാരങ്ങളും അധികരിപ്പിക്കാൻ തൗഫീഖ് ദാ അല്ലാഹുവേ. നീ നൽകിയ വീടിന്റെ ഓരോ മൂലകളിലും നമസ്കരിക്കാൻ തൗഫീഖ് ദാ അല്ലാഹുവേ. യാ അല്ലാഹ്, ഒരു ദാസിയെ കാണാൻ ചെന്നപ്പോൾ വീടിന്റെ പുറത്ത് അവർ മണ്ണിൽ
തുണി വിരിച്ച് നമസ്കരിക്കുന്നു. ഉമ്മ എന്തിനാണെങ്കിലും നിസ്കരിക്കുന്നത് ചോദിച്ചപ്പോൾ പറമ്പിന്റെ ഓരോ സ്ഥലത്തും അള്ളാഹുവിനോട് സുജൂദ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. റഹ്മാനായ റബ്ബ് നൽകിയ ഭൂമിയാണല്ലോ. അള്ളാഹു നീ ആ ഉമ്മായിക്ക് പുറത്തു കൊടുക്കണേ അള്ളാഹുവേ. ഞങ്ങൾക്ക് ഇത്ര നല്ല ഗുണങ്ങൾ തരണേ അള്ളാഹുവേ. വീടിന്റെ എല്ലാ ഭാഗത്തും നിന്നെ ഓർക്കാൻ, ഖുർആൻ ഓതാൻ, സദഖ ചെയ്യാൻ, ഭാര്യമാരുമായി മക്കളുമായി സ്നേഹം പങ്കിടാൻ, യാ അല്ലാഹ് അതിരുകളെ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് താ അള്ളാഹുവേ. ഞങ്ങളുടെ എല്ലാ നല്ല ആഗ്രഹങ്ങളും സഫലമാക്കി താ അള്ളാഹുവേ. ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, പ്രയാസങ്ങളെ തൊട്ട് ഞങ്ങൾ നീ കാത്തുരക്ഷിക്കണേ അള്ളാഹുവേ. ആമീൻ ബിറഹ്മത്തിക. ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, ഞങ്ങളെ ദുആയെ ആഗ്രഹിക്കുന്നവർ, ദുആ ചെയ്യാൻ കടമപ്പെട്ടവർ എല്ലാവരും നീ അനുഗ്രഹിക്കണേ അള്ളാഹുവേ. ഞങ്ങളുടെ സ്ഥാപനങ്ങളെ, നിന്റെ വീടുകളെ സേവിക്കുന്ന എല്ലാവർക്കും നീ ഉന്നതമായ കൂലി കൊടുക്കണേ അള്ളാഹുവേ. അവരുടെ സമ്പത്തിൽ, സന്താനങ്ങളിൽ ബർക്കത്ത് നൽകണേ അള്ളാഹുവേ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി